ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും ഉണ്ട്, തെരേസയുണ്ട്. ചേട്ടായി രാത്രി പള്ളിയിൽ പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാത്രി പള്ളിയിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി പോയില്ല, ചേട്ടായി മാത്രം പോയി. അപ്പോൾ രാവിലെ അലക്സൂട്ടിനെയും മരിയക്കുട്ടീനെയും കൊണ്ടുവന്നില്ല കേട്ടോ. അവർ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോന്നു. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി, സെൻറ്റ് തോമസ് ഫൊറൈൻ ചർച്ചാണ് കേട്ടോ. കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ രൂപം മുത്തുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി ലൈൻ നിൽക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പള്ളിയുടെ പുറത്തുള്ള മാതാവിൻ്റെ ഒരു രൂപമാണ്. നമുക്കിവിടെ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈസ്റ്റർക്ക് തരാറുണ്ട് കേട്ടോ. ഇത് തെരേസയ്ക്ക് കിട്ടിയ മുട്ടയാണ്. അപ്പോൾ നാട്ടിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കലക്കി വെച്ച അപ്പമൊക്കെ നന്നായി പുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ആവശ്യത്തിന് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. പാലപ്പത്തിന് കറിയായിട്ട് ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒന്നാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ സാധാരണ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ്, അങ്ങനെ നൂഡിൽസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്പം കഴിക്കാനായിട്ടൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട്, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ക്യാരറ്റും പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടി ഒന്നാം പാലൊഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് രണ്ടാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ പാലപ്പവും ചിക്കൻ സ്റ്റൂവും ആണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി കളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് അലക്സൂട്ടിന് ഫുഡൊക്കെ കൊടുത്തു, വേറെ കുറേ പണിയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഉച്ചക്കത്തേക്ക് നമ്മൾ നെയ്ച്ചോറും ബീഫ് കറി പിന്നെ ബീഫ് റോസ്റ്റാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് ഇനി പ്ലാനൊക്കെ ചെറുതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ബീഫ് പൊടികളെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഞാനപ്പോൾ കറിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും നമുക്ക് ചില പ്ലാനുകളൊക്കെ പാളിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നമുക്ക് കുറേ നേരം ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ പണികൾ ഏകദേശം തീരും. പക്ഷേ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. അതിന് പകരമായിട്ട് ഞങ്ങളിന്ന് കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിയിട്ട് ഈ കറിയും കൂട്ടി കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് അവർ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുതന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ അങ്ങനെയൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് പിന്നെ സമയമുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചുമ്മാ ഒന്ന് പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല. പക്ഷേ പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ചുമ്മാ അവിടേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ഒന്നാമത് മരിയക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അധികം അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. അന്നേരമായിരുന്നു നമ്മുടെ ഈ കൊറോണയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവളെയും കൊണ്ട് എവിടെയും തന്നെ ഒന്ന് പോകാനോ കാണിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. തെരേസേനെ കൊണ്ട് ഞങ്ങൾ ഒരുവിധം എല്ലാ സ്ഥലത്തും തന്നെ കറങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ മരിയക്കുട്ടിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജാണ് കേട്ടോ. അതിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സൈഡ് മൊത്തം ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷോപ്പിന് മുന്നിൽ തന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിൻ്റെ അടുത്ത് അലക്സൂട്ടനെ കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ പിള്ളേരെ ആകർഷിക്കാനായിട്ട് കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെരേസയ്ക്ക് അത് കണ്ടിട്ട് വലിയ ആകാംക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ മരിയക്കുട്ടിക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കിടക്കുന്ന ബൈക്ക് വർക്ക് ചെയ്യുന്നില്ലാത്തതാണ്. അപ്പോൾ ജീപ്പ് ആകെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മരിയക്കുട്ടീനെ 2 റൗണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മരിയക്കുട്ടീൻ്റെ വിചാരം മരിയക്കുട്ടി തന്നെയാണ് വണ്ടി നിയന്ത്രിക്കുന്നതെന്നാണ് കേട്ടോ. അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ ഇതൊരു 2 റൗണ്ടിന് 100 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മരിയക്കുട്ടിയുടെ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി തെരേസേനെ 2 റൗണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തെരേസ 2 റൗണ്ട് പോയ സമയത്ത് മരിയക്കുട്ടി അവിടെ കണ്ട ബൈക്കിൽ കയറിയിരുന്നു കേട്ടോ. അവൾക്ക് അടുത്ത റൗണ്ട് ആ ബൈക്കിൽ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബൈക്കിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അലക്സൂട്ടൻ ചെറുതാണെങ്കിലും അവന് വണ്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. അവിടെ ഇതുപോലെ കുറച്ച് വണ്ടികളും വേറെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇവിടെ നേരെ കാണുന്ന സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും തന്നെ ഇത് വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. തെരേസയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ്. ഇപ്പോൾ അവൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, അവൾ മറന്നുപോയി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഫിഷ് സ്പാ ഉണ്ട്. അപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചേട്ടായി കയറിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ തെരേസേനേയും കയറ്റിയിരുത്താമെന്ന് വിചാരിച്ചു. പിന്നെ മരിയക്കുട്ടി കയറിയിരിക്കുമോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് മരിയക്കുട്ടീനെ കയറ്റിയിരുത്തിയില്ല കേട്ടോ. പക്ഷെ തെരേസ കയറിയിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും പിന്നെ മരിയയ്ക്കും കൂടി കയറിയിരിക്കണമെന്ന് ഒരു കൊതിയായിരുന്നു. അങ്ങനെ മരിയക്കുട്ടീനെയും കയറ്റിയിരുത്തി. രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവർ രണ്ടുപേരും 5 മിനിറ്റ് വീതം ഇരിക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റിന് 100 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ മരിയക്കുട്ടിയും തെരേസയും കൂടി ഷെയർ ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതുപോലെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിലും കൂടി കയറണം എന്ന് പറഞ്ഞിട്ട് അതിലും കൂടി കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അതിൽ 3 വണ്ടികളുണ്ടായിരുന്നു. ഒരു കാറ്, പിന്നെ ഒരു ആന, ഒരു ട്രെയിൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും മാറി മാറി എല്ലാ വണ്ടിയിലും കയറി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുവാണ്. അലക്സൂട്ടന് വിശക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് സ്വീറ്റ് കോണും കൂടി വാങ്ങിയിട്ടോ. അപ്പോൾ തെരേസയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ മരിയക്കുട്ടിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് അത്ര ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും അവൾ കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടിനും സ്വീറ്റാണ് കേട്ടോ വാങ്ങിയത്. ഞങ്ങൾ സ്പൈസിയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ രാവിലെ അലക്സൂട്ടിനെയും മരിയക്കുട്ടീനെയും പള്ളിയിൽ കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്കായിട്ട് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇടയ്ക്ക് കുർബാനയ്ക്ക് പോകുന്നൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പള്ളിക്ക് പുറത്തുള്ളൊരു മാതാവിൻ്റെ ഗ്രോട്ടോയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ആഘോഷിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ബൈ.